ഹലോ എല്ലാവർക്കും എക്സ്ക്ലൂസീവ് ആർന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠഭാഗമാണ്. സോ ഇതിനകത്ത് കുറച്ച് ലെങ്തി ആയി പോകും, ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നിങ്ങൾ നന്നായി പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഞാനിലേക്ക്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. Soft flowers. It was nearly 1 o'clock and I was feeling extremely hungry. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. അപ്പോൾ എന്താണ് സാധാരണ നമുക്കറിയാം ഒരു മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് വിശക്കൂല. അപ്പോൾ ആ സമയമായപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എവിടെയായിരുന്നു? സെയിൻറ്റ് മാർട്ടിൻസ് ലൈൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. അപ്പോൾ ആ സമയത്തൊന്നും ലണ്ടൻ റെസ്റ്റോറൻറ്റ് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ 3 or 4 hungry people scattered around the room. I chose a table, seated myself and opened the newspaper. അപ്പോൾ എന്താണ്, ആ റെസ്റ്റോറൻറ്റിൽ അധികം പേരൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു റൂമിൽ തന്നെ ഏകദേശം ഒരു 3-4 പേരുണ്ടാവുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ട് ഇദ്ദേഹം ഇരുന്ന് ഒരു ന്യൂസ് പേപ്പർ കൈപിടിച്ചു. A waitress up and waited politely for my orders. I raised my eyes from the paper, gazed at the menu and told her what I required. Thank you, sir, she said and went briskly and noiselessly away. അപ്പോൾ എന്താണ്, ഒരു വെയിറ്റ്രസ് വന്നു. അപ്പോൾ വെയിറ്റ്രസ് വന്നിട്ട് പൊളൈറ്റായിട്ട് നിന്നു, വെയിറ്റ് ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ഓർഡേഴ്സ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹം ന്യൂസ് പേപ്പർ വായിക്കാമായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് കണ്ണെടുത്തിട്ട് മെനു നോക്കിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു. അപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് നമ്മുടെ വെയിറ്റ്രസ് പോയി. അപ്പോൾ ബ്രിസ്ക്ലി എന്ന് വെച്ചാൽ ക്വിക്ക്ലി, നോയ്സ്ലെസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. At that moment my attention was drawn to a table not far from mine. A young English girl was sitting there. She had been watching me with interested surprise but turned her eyes away as soon as I looked at her. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത്? ഒരു ടേബിളിൽ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടീനെ കണ്ട ഒരു ഇംഗ്ലീഷ് ഗേളാന്ന് തോന്നുന്നു, ഒരു യങ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ഇദ്ദേഹത്തിന് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് ഇദ്ദേഹം കണ്ടപ്പോൾ പെട്ടെന്ന് ആ കുട്ടീനെ നോക്കിയപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ശ്രദ്ധ തിരിച്ചു. The girl was 13 or 14 years old. Her clothes betrayed her poverty. Her hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഒരു 13-14 വയസ്സുണ്ടാവുള്ളൂ. ഈ കുട്ടീൻ്റെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബിട്രേഡ് എന്ന് വെച്ചാൽ കാണിക്കാം. അപ്പോൾ ഈ കുട്ടീൻ്റെ ഡ്രസ്സ് കണ്ടോ, ഷോ ചെയ്യുക. ഈ കുട്ടീൻ്റെ ഡ്രസ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് അധികം പൈസ ഒന്നും ഇല്ലാത്ത ദാരിദ്ര്യാവസ്ഥയുള്ള ഒരു കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഹെർ ഹെയർ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹെർ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുടിയുണ്ട്, അപ്പോൾ ബാക്കിലോട്ട് അയച്ചിട്ടേക്കാണ്. ഹെർ ഐസ് വെർ ലാർജ്, അപ്പോൾ കണ്ണൊക്കെ ലാർജാണ്. ദേ ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്, എന്താണ്ട് ഒരു പ്രശ്നം ഈ കുട്ടിക്ക് ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഐ വാച്ച്ഡ് ഹെർ വെൻ ഷീ വാസ് നോട്ട് ലുക്കിംഗ് സോ ദാറ്റ് ഷീ വുഡ് നോട്ട് നോട്ടീസ്. മൈ ലഞ്ച് വാസ് സെർവ്ഡ് ആസ് ഷീ വാസ് ഫിനിഷിംഗ് ഹേഴ്സ്. The waitress brought her the bill. Bills are paid at the desk as one goes out. The desk is near the door. അപ്പോൾ എന്താണ്, ഈ കുട്ടി നോക്കാത്ത സമയത്ത് നമ്മുടെ ഗുപ്ത ഈ കുട്ടീനെ നോക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ കുട്ടീൻ്റെ ഭക്ഷണം കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം കിട്ടിയത്. അപ്പോൾ ആ കുട്ടിക്ക് ബില്ല് കിട്ടി. അപ്പോൾ ആ കുട്ടിയെ ബില്ല് അടയ്ക്കാൻ വേണ്ടി പോയി. The girl stood up. My eyes followed her as she paid her bill. She asked the cashier in a low voice, please miss, can you tell me if that gentleman is an Indian? അപ്പോൾ എന്താ, ആ കുട്ടി എണിച്ചു ബില്ലടയ്ക്കാൻ പോയി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗുപ്ത നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യറിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു, പ്ലീസ് മിസ് ഒന്ന് പറയുമോ, ആ ഇരിക്കുന്ന ചേട്ടൻ ഒരു ഇന്ത്യൻ ആണോ എന്ന് ചോദിക്കുകയാണ്. ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസർ. എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ ആയിരിക്കും. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? അപ്പം നമ്മുടെ ഇംഗ്ലീഷ് കുട്ടി ചോദിക്കുക, ഇദ്ദേഹം എപ്പോഴും ഇങ്ങോട്ട് വരും? പെർഹാപ്സ് നോട്ട്, ഐ ഡിഡ് നോട്ട് റിക്കോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. എന്താണെന്ന് വെച്ചാൽ ഇല്ല, ഇദ്ദേഹം എപ്പോഴൊന്നും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ വരുന്നതാണ് കാണുന്നത്. താങ്ക് യു, സേ ദ ഗേൾ ആൻഡ് ലുക്ക്ഡ് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻറ്റ് ഔട്ട്. എന്ന് വെച്ചാൽ ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇറങ്ങാനേക്കാട്ടും മുമ്പ് വരെ ഇദ്ദേഹത്തിന് നോക്കി, ഒരൊട്ടം കൂടി ഒന്ന് നോക്കിയിട്ടാണ് ഈ കുട്ടി പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സർപ്രൈസ്ഡ്. അപ്പോൾ എന്തോ സർപ്രൈസ്ഡ് ആയിട്ടാണ് ഈ കുട്ടി നോക്കുന്നത് നമ്മുടെ ഗുപ്തയെ.
ഇറ്റ് സർപ്രൈസ് മീ. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കണുണ്ട്. അപ്പോൾ നമ്മുടെ ഗുപ്ത വിചാരിച്ചു എന്തിനാ കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നത്, വൈ, അപ്പോൾ എന്തിനാണ് ഈ കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നത്, വാട്ട് വാസ് ദ മാറ്റർ, എന്തായിരിക്കും കാരണം. ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗണ്ട്സ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താ, ഉണർത്തുക. അപ്പോൾ ആ കുട്ടിക്ക് എന്നോടുള്ള ഇൻട്രസ്റ്റ് കാണുമ്പോൾ എനിക്ക് ആ കുട്ടീൻ്റെ അടുത്തുള്ള ഇൻട്രസ്റ്റ് കൂടാണ്. എന്ത് ഇൻട്രസ്റ്റ് ആണ്, ലവ് അല്ല കേട്ടോ, ആ കുട്ടീനെ കുറിച്ച് അറിയാൻ, എന്തിനാണ് ആ കുട്ടി എന്നെ നോക്കുന്നത്, എന്താണ് ആ കുട്ടിക്ക് വേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇദ്ദേഹത്തിന് വളരെ ഇൻട്രസ്റ്റ് കൂടി. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ് ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെയിട്രസിനോട് ചോദിച്ചു ഈ കുട്ടി ഏതാണെന്ന് അറിയുമെന്ന് ചോദിക്കൂ. നോ സർ, ഐ ഡിഡ് നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാഡ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേ. എനിക്ക് ആ കുട്ടീനെ പറ്റി അങ്ങനെയൊന്നും അറിയില്ല, പക്ഷേ ഈ കുട്ടി മിക്ക സാറ്റർഡേയിലും ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഡസ് ഷീ കം ഓൺ എനി അതർ ഡേ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് വേറെ വല്ല ദിവസങ്ങൾ ഈ കുട്ടി വരുന്നുണ്ടോ. ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. അപ്പോൾ വേറെ ദിവസങ്ങളൊന്നും ഈ നമ്മുടെ ഈ വെയിട്രസ് കാണുന്നില്ലേ കുട്ടീനെ. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്. അപ്പോൾ നിങ്ങൾക്കറിയോ വല്ല ഐഡിയ ഉണ്ടോ ഈ കുട്ടി ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുട്ടി ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. ഹൗ ഡു യു നോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം ഈ കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. സാറ്റർഡേ ഈസ് പേ ഡേ, ദാറ്റ് ഈസ് വെൻ ഷീ കംസ് ഓൺ. Other days she may not be able to afford lunch. Perhaps she does not earn very much. എന്ന് വെച്ചാൽ സാറ്റർഡേ എന്ന് വെച്ചാൽ പേ ഡേ ആണ്, സാറ്റർഡേ ആണ് ഇവർക്ക് ശമ്പളം കിട്ടുക. അപ്പോൾ ആ സാറ്റർഡേയിലാണ് ഈ കുട്ടി മിക്കയായിട്ട് വരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് എത്ര പൈസ ഉണ്ടാവുള്ളൂ, അപ്പോൾ എന്നും വന്ന് കഴിക്കാനുള്ള പൈസ ഉണ്ടാവില്ല എന്ന് നമ്മുടെ വെയിട്രസ് പറയാം. The curiosity I felt about the girl persisted. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്യൂരിയോസിറ്റി കൂടി എന്ന് വെച്ചാൽ ആകാംക്ഷ കൂടി. ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ് എന്ന് വെച്ചാൽ തുടർന്നു, ആ കുട്ടീനോടുള്ള ആകാംക്ഷ കൂടിക്കൊണ്ടിരുന്നു. ഹൂ വാസ് ദ ചൈൽഡ്, വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ, വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്, ഹെർ പോവർട്ടി സ്ട്രിക്കൻ സാഡ് ആൻഡ് ഏൻഷ്യസ് ഫിഗർ ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്സ്. അപ്പോൾ അതാണ് പറയുന്നത് ഹൂ വാസ് ദറ്റ് ചൈൽഡ്, ആ കുട്ടി എന്തായിരിക്കും, ആ കുട്ടി ഏതാണ്. വൈ ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ, എന്തിനാണ് ഈ കുട്ടി എന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻക്വയർഡ് എന്ന് വെച്ചാൽ അന്വേഷിക്കാം. വാസ് സം മിസ്റ്ററി ദ കോസ് ഓഫ് ഹെർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്ററി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ. ഹെർ പോവർട്ടി സ്ട്രിക്കൻ സാഡ് ആൻഡ് ഏൻഷ്യസ് ഫിഗർ ടുക്ക് പൊസിഷൻ ഓഫ് മൈ തോട്ട്സ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആ കുട്ടീൻ്റെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്, ആ കുട്ടീൻ്റെ പോവർട്ടി, ആ കുട്ടീൻ്റെ ദാരിദ്ര്യാവസ്ഥയും ആ കുട്ടീൻ്റെ വിഷമവും. അപ്പോൾ ആ കുട്ടീൻ്റെ വേഷമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് ആ കുട്ടീനെ കുറിച്ച് അന്വേഷിക്കാൻ ഇൻട്രസ്റ്റ് കൂടി. ഓൺ സൺഡേസ് ഓൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്ഡ്, സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ഓൺ മൺഡേ മോർണിംഗ് ഐ ലുക്ക് into the shop on the street near St. Martin's Lane and especially the shop on the Strand, but I found no trace of the girl. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഈ കുട്ടീനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ സൺഡേ എല്ലാ റെസ്റ്റോറൻറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ അവിടെ മിക്ക സ്ഥലത്തും തിരഞ്ഞു, പക്ഷേ ഈ കുട്ടീനെ കാണാൻ തന്നെ പറ്റില്ല. ദ വീക്ക് പാസ്റ്റ്, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ശനിയാഴ്ച വന്നു. അപ്പോൾ സാറ്റർഡേ കെയിം അഗെയിൻ. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ. അപ്പോൾ ഒരു വട്ടം കൂടി ഇദ്ദേഹം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ആസ് ഐ എൻറ്റേർഡ് ഐ സോ ഹെർ സിറ്റിംഗ് അറ്റ് ദ സെയിം ടേബിൾ ആസ് ബിഫോർ. അപ്പോൾ എന്താണ്, ആ കുട്ടി എവിടെയാണ് അന്ന് ഇരുന്നത് ആ സ്ഥലത്ത് തന്നെ ഈ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു ഈ ശനിയാഴ്ച. അപ്പോൾ അന്ന് അപ്പോൾ ഇദ്ദേഹം വീണ്ടും അടുത്ത ശനിയാഴ്ച വന്നു എന്ന് പറയില്ല. അപ്പോൾ ആ ദിവസം ഈ കുട്ടി എവിടെയായിരുന്നു അവിടെ തന്നെ ഈ കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഷി വാസ് ഈറ്റിംഗ്. ഐ വാക്ക്ഡ് അപ്പ് ആൻഡ് ടുക്ക് എ ചെയർ ഓപ്പോസിറ്റ് ഹെർ സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ കുട്ടി അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഈ കുട്ടിയുടെ ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു ചെയർ പിടിച്ചിരുന്നിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഷി റെസ്പോണ്ടഡ് ഹെസിറ്റൻ്റ്ലി. എന്ന് വെച്ചാൽ എന്താ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്ന് പറഞ്ഞു. കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ഹെസിറ്റൻ്റ്ലി എന്ന് വെച്ചാൽ എന്താ, മടിയോടുകൂടി. By making one brief remark after another, I was able slowly to start a conversation. At last she asked, are you an Indian? അപ്പോൾ എന്താ, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കല്ല കേട്ടോ, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുട്ടി തന്നെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളൊരു ഇന്ത്യൻ ആണോ എന്ന് ചോദിച്ചു. യെസ്, അതെ ഞാൻ ഇന്ത്യൻ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ഗുപ്ത. എക്സ്ക്യൂസ് മീ, ആർ യു എ വെജിറ്റേറിയൻ? അപ്പോൾ ഈ കുട്ടി ചോദിച്ചു നിങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചു. വൈ ഡു യു ആസ്ക് ദാറ്റ്? എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ഐ ഹാവ് ഹിയർഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻ. അപ്പോൾ ഈ കുട്ടി പറയാൻ എനിക്കൊരു കേട്ടറിവുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഇന്ത്യൻസും വെജിറ്റേറിയൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹൗ ഇസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ? അപ്പോൾ എങ്ങനെ നിനക്കത് മനസ്സിലായേ, നിനക്ക് ഇന്ത്യനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഗുപ്ത.
മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ, ഹീസ് എ സോൾജർ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കുട്ടി പറയുകയാണ് എന്ത്, എൻ്റെ എൽഡർ ബ്രദർ, എൻ്റെ മൂത്ത ചേട്ടൻ ഇന്ത്യയിലാണ്, അദ്ദേഹം ഒരു സോൾജറാണെന്ന് നമ്മുടെ കുട്ടി പറയാം. ഐ ആം നോട്ട് മച്ച് ഓഫ് വെജിറ്റേറിയൻ, ഐ ആൻസേർഡ് ഹെർ ക്വസ്റ്റ്യൻ, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. ദ ഗേൾ സീം ഡിസപ്പോയിൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അപ്പോൾ ഈ നമ്മുടെ ഗുപ്ത പറഞ്ഞു, ഞാൻ മൊത്തം വെജിറ്റേറിയൻ അല്ല, ഞാൻ ഫുൾ വെജിറ്റേറിയൻ അല്ല, ഇടയ്ക്കൊക്കെ വെജിറ്റേറിയൻ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ കുട്ടീൻ്റെ മുഖത്ത് എന്താണ് കണ്ടത്, കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് കണ്ടു, എന്താണ് കുറച്ച് വിഷമം വന്നു, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അത് നമുക്ക് അടുത്തതിൽ വായിക്കാം. ഐ ലേൺ ദാറ്റ് ഹെർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ, ഷി ലീവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡൗഡ് മദർ. അപ്പോൾ അവരുടെ വർത്തമാനത്തിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് എന്താണ് മനസ്സിലായത്, ഇത് ഈ വീട്ടിലെ ആ കൂടിയുള്ള ഗാർഡിയൻ, ഈ വീടിൻ്റെ ഗാർഡിയൻ ആരാണ്, ഈ എൽഡർ ബ്രദറാണ്. പിന്നെ ഈ കുട്ടീൻ്റെ വീട്ടിൽ ആരാണുള്ളത്, ഈ കുട്ടിയും ഈ കുട്ടീൻ്റെ അമ്മയും, വിധവയായിട്ടുള്ള ഒരു അമ്മയാണ് ഈ കുട്ടീൻ്റെ വീട്ടിലുള്ളതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ, വി ഹാവ് നോട്ട് ഹാഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം, മൈ മദർ ഈസ് വെരി വറീഡ്. People tell her that India is full of tigers and snakes and fevers. She is afraid something had happened to him. Is it true, sir, that India is full of tigers and snakes and fevers? അപ്പം ഈ കുട്ടി ഇങ്ങനെ പറയാണ്, എനിക്ക് കുറേ ദിവസമായി, ഞങ്ങൾക്ക് കുറേ ദിവസമായി ഞങ്ങളുടെ ചേട്ടൻ്റെ നിന്ന് ലെറ്ററൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. എൻ്റെ അമ്മ വളരെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം ടൈഗറും സ്നേക്സും ഫീവേഴ്സ് എന്ന് വെച്ചാൽ പനി, അപ്പോൾ ടൈഗറും സ്നേക്കും ഫീവേഴ്സൊക്കെയാണ്. അപ്പോൾ എൻ്റെ ചേട്ടന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ചോദിക്കുകയാണ്, ചേട്ടാ ശരിയാണോ, അവിടെ ടൈഗറും സ്നേക്കും ഫീവേഴ്സാണോ മൊത്തം ചോദിക്കാം. അപ്പോൾ ഇദ്ദേഹം പറയാം, നോ, ഐ സ്മൈൽഡ്, ഹൗ കുഡ് പീപ്പിൾ ലീവ് ദർ ഇഫ് ഇറ്റ് വെർ. അപ്പോൾ ഇദ്ദേഹം പറയാം, അങ്ങനെയൊന്നല്ല, എന്നാൽ പിന്നെ ഞാനൊക്കെ ജീവനോടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കാമെന്നൊക്കെ ഇദ്ദേഹം പറയാണ്. ദ ഗേൾ സൈറ്റഡ് സോഫ്റ്റ്ലി, മദർ സേസ് she would like to ask an Indian about these things if she can find an Indian. The girl looked at me with eyes full of entreaty. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ കുട്ടി പറയാണ്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്ത്യനെ കാണുകയാണെങ്കിൽ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടീൻ്റെ കണ്ണിൽ എന്താണ് കാണുന്നത്, എൻട്രേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അപേക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിനോട്, എന്ന് എൻ്റെ അമ്മേനെ വന്നിട്ട് ഒന്ന് കണ്ട് വർത്തമാനം പറയുന്നൊക്കെ ഒന്ന് അപേക്ഷിക്കുന്നുണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. I understood how she felt. She wanted me to see her mother, but she did not have the courage to ask me to accompany her home. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് മനസ്സിലായത് ഈ കുട്ടീൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഗുപ്തയ്ക്ക് എന്താണ് മനസ്സിലായത്, ഈ കുട്ടീൻ്റെ അമ്മേനെ പോയി കാണണം, എന്നിട്ട് ഇന്ത്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ എങ്ങനെ ആ കുട്ടിക്ക് കറേജില്ല, ധൈര്യമില്ല ഇദ്ദേഹത്തിനെ വിളിക്കാൻ. എ keen desire to meet this poor anxious mother took hold of me. I had not had the opportunity to visit an impoverished English home. I visited to see how the poor lived in this country, to know what they think. Will you introduce me to your mother sometime? Would you like me to accompany your home? I can go someday. അപ്പോൾ കുട്ടി ചോദിക്കുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ ഇദ്ദേഹം തന്നെ ചോദിച്ചു, എന്നെ ഒന്ന് വിളിക്കുമോ, നിങ്ങളുടെ വീടൊന്ന് കാണിക്കാൻ എന്നെ വിളിക്കുമോ, എനിക്ക് നിൻ്റെ അമ്മേനൊക്കെ ഒന്ന് കാണാൻ കൊതിയാവണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു എവർ സോ മച്ച്, ഷി സെയ്ഡ്. ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ. അപ്പോൾ ഈ കുട്ടിക്ക് പെട്ടെന്ന് എന്താണ്, വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഈ കുട്ടിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വളരെ താങ്ക് ചെയ്തു ഇദ്ദേഹത്തിനോട്. വന്നോ ചേട്ടാ, കുഴപ്പമില്ല, എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പോകാമെന്ന് ഈ കുട്ടി പറയാണ്. വിത്ത് പ്ലഷർ എന്ന് വെച്ചാൽ സന്തോഷത്തോടെ പറയാണ്. It will not interfere with anything else you have to do. No, not to all. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ പറയാണ്, ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറയാൻ, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ ഫ്രീ ആണ്, ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയാം. The girl was delighted. We finished our lunch and got up together. അപ്പോൾ എന്താണ്, ആ കുട്ടി വളരെ ഡിലൈറ്റഡ് ആണ്, വളരെ ഐശ്വര്യമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി എന്താണ് പറയുന്നത്, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറയാം.
As I walked, I asked her, "May I know your name? My name is Alice Margaret Clifford." അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, എനിക്ക് നിൻ്റെ പേരൊന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് എൻ്റെ പേര് ആലിസ് മാർഗ്രറ്റ് ക്ലിഫോർട്ട് എന്ന് പറഞ്ഞു. വുഡ് യു മൈൻഡ് വാക്കിംഗ്, ഷീ ആസ്ക്ഡ്. അപ്പോൾ നിങ്ങൾക്ക് നടക്കണതിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. നോട്ട് അറ്റ് ആൾ, ഐ ആൻസേർഡ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ യു, നോ, ഐ വാക്ക് ഹോം എവറി ഡേ. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എനിക്ക് നടക്കണതിനൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറയാം. ഐ ആസ്ക്ഡ് ദ ഗേൾ, ഡു യു കം ദിസ് വേ ഓഫൺ. അപ്പം നിങ്ങൾ ഈ കുട്ടിയോട് അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ഇദ്ദേഹം, നീ ഈ വഴി കൂടെയാണോ എന്ന് വരുന്നതെന്ന് ചോദിക്കുക. യെസ്, ഷീ ആൻസേർഡ്, ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. അപ്പോൾ സിവിൽ സർവീസ് സ്റ്റോഴ്സിൽ ഞാനൊരു ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഈ കുട്ടി പറയാണ്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹൗ ദിസ് വേ, ടുഡേ സാറ്റർഡേ, സോ ഐ ആം ഓഫ് ഏർലി. അപ്പോൾ എന്താണ്, ഞാനെല്ലാം കുറച്ച് വൈകുന്നേരം കുറച്ച് രാത്രിയാവും ഞാൻ വീട്ടിലോട്ട് എത്തുമ്പോൾ. പിന്നെ ഇന്ന് ശനിയാഴ്ച കൊണ്ട് എനിക്ക് നേരത്തെ ഇറങ്ങാൻ പറ്റി. ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് അല്ലെങ്കിൽ ആലിസ് എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കാം. ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്, യു മേ കോൾ മീ വാട്ട് യു ലൈക്ക്. അപ്പോൾ ഞാൻ അത്ര വലിയൊരു കുട്ടിയൊന്നുമല്ല, ചേട്ടന് ഇഷ്ടമുള്ളത് തന്നെ വിളിക്കാമെന്ന് പറയാം. ഐ ആം യൂഷ്വലി കോൾഡ് മാഗി. അപ്പോൾ എന്നെ മിക്ക ആൾക്കാരും മാഗി എന്ന പേരിലാണ് വിളിക്കാറ്. ഷീ ലാഫ്ഡ്. മാഗി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് മാഗിയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചു. ആർ യു വെരി ആൻഷ്യസ് ടു ഗ്രോ അപ്പ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് പെട്ടെന്ന് വളരാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ യെസ്. അപ്പോൾ നമ്മുടെ കുട്ടി പറയാണ്, ആലിസ് പറയാണ്, എനിക്ക് വളരാൻ നല്ല ഇഷ്ടം, എനിക്ക് പെട്ടെന്ന് വലുതാവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ടെൽ മീ വൈ. അപ്പോൾ ഗുപ്ത ചോദിക്കുക, എന്തിന് ഇത്ര പെട്ടെന്ന് വലുതാവണമെന്ന് ചോദിക്കുക. വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൾ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക്, മൈ മദർ ഈസ് ഓൾഡ്. അപ്പോൾ എന്തിനാ ഞാൻ വലുതാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് വലുതായിട്ട് വേണം, അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പൈസ അവർ തരും, അപ്പോൾ എനിക്ക് എൻ്റെ അമ്മേനൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് പറയാം. ഈസ് ദ വർക്ക് യു ഡു ടു യു ലൈക്കിങ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഇപ്പം നീ ചെയ്യുന്ന ഈ ജോലി നിനക്ക് ഇഷ്ടമാണോ ചെയ്യാൻ നമ്മുടെ ഗുപ്ത ചോദിക്കുക. നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക് ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി. അപ്പോൾ ഈ കുട്ടി പറയാണ്, എനിക്ക് ഈ വർക്കൊന്നും ഇഷ്ടമല്ല, ഇത് വളരെ മെക്കാനിക്കലായിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം, എങ്ങനത്തെ ഈ കുട്ടീൻ്റെ ബ്രെയിൻ, ഈ കുട്ടീൻ്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്, സെക്രട്ടറീൻ്റെ പുറത്തൊക്കെ ഒരു ജോലി ചെയ്യാനാണ് ഈ കുട്ടിക്ക് താല്പര്യം എന്ന് പറയാം. വി ക്രോസ് ദ ബ്രിഡ്ജ് ആൻഡ് അറൈവ്ഡ് ഇൻ ലാംപത്ത്. അപ്പോൾ അവർ നടന്ന് ഒരു ബ്രിഡ്ജ് കടന്നു, ലാപത്തിലെത്തി. ഇറ്റ് ഈസ് എ പുവർ നൈബർഹുഡ്. ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി, മാഗി സൈഡ്, ഐ ഷാൾ ടേക്ക് മദർ അവേ ഫ്രം ഹിയർ. അപ്പോൾ ഈ സ്ഥലം വളരെ ഒരു അവസ്ഥപ്പെട്ട ഒരു സ്ഥലം, വളരെ പാവപ്പെട്ട ആൾക്കാർ മാത്രം ജീവിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഈ കുട്ടി പറയാണ്, ഞാൻ പഠിച്ച് വലുതായി ഒരു സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മേനെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് പറയാം. ഡിഡ് യു ഫാദർ കോൾ യു മാഗി ഓർ മാക്സി. അപ്പോൾ നമ്മുടെ ഗുപ്ത ചോദിക്കാം, നിൻ്റെ അച്ഛൻ നിന്നെ മാഗി അല്ലെങ്കിൽ മാക്സി എന്നല്ലേ വിളിക്കാറ് എന്ന് ചോദിക്കാം. ഹി വാസ് വെരി അഫെക്ഷനേറ്റ്, ഹി കോൾഡ് മീ മാക്സി. ഹൗ ഡു യു നോ. അതെ, നമ്മുടെ അഫെക്ഷനേറ്റ് എന്ന് വെച്ചാൽ എന്താ, വളരെ വാത്സല്യം, ഇടയ്ക്ക് പൊക്കോ നമുക്ക് കുറേ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ചില പേര് വിളിക്കില്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഈ കുട്ടീൻ്റെ അച്ഛനും കുറേ ഇഷ്ടം തോന്നുമ്പോൾ മാക്സി എന്നൊക്കെ വിളിക്കും. അതുകൊണ്ട് ഈ കുട്ടി ചോദിക്കുക, ഇതെങ്ങനെ ചേട്ടനെ അറിയാൻ ചോദിക്കാം. യെസ് ഐ ആൻസേർഡ് മിസ്റ്റീരിയസ്ലി. എനിക്ക് അറിയാം. മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ നിഗൂഢമായിട്ട്, അപ്പോൾ നമ്മൾ വലിയ കാര്യം ചെയ്ത പോലെ. വി ആർ ഇന്ത്യൻസ്, യു നോ, വി നോ അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് മാജിക്. അപ്പോൾ ഇദ്ദേഹം തള്ളാൻ തുടങ്ങി, ഞങ്ങൾ ഇന്ത്യയിലത്തെ ആൾക്കാരായതുകൊണ്ട് എനിക്ക് ഭാവിത്തെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ സാധിക്കും എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹേർഡ്, ഷീ സെയ്ഡ്. അപ്പോൾ ഈ കുട്ടി എന്താണ്, അതല്ലേ ഞാൻ കേട്ടത് എന്ന് പറയാം. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇൻഡീഡ് ഐ വാസ് സർപ്രൈസ്ഡ്, വാട്ട് ഹാവ് യു ഹേർഡ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ കേട്ടാ, അതെന്താന്ന് ഈ കുട്ടീനോട് ചോദിക്കുകയാണ്. ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹൂ ഹാവ് ഒക്കൾട്ട് പവേഴ്സ്, ദേ ആർ കോൾഡ് യോഗീസ് ബട്ട് യു ആർ നോട്ട് എ യോഗി. അപ്പോൾ ഈ കുട്ടി പറയുകയാണ്, ഇന്ത്യയിലത്തെ കുറേ ആൾക്കാർക്ക് ഒക്കൾട്ട് എന്ന് വെച്ചാൽ മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്ന് ഈ കുട്ടി പറയാണ്. പക്ഷേ ആ ആൾക്കാർ എന്ത് പേരിലാണ് പറയുന്നത്, യോഗീസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. പക്ഷേ ചേട്ടനൊരു യോഗി അല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു, ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി. മാഗി എങ്ങനെ അറിയാം ഞാൻ യോഗി അല്ലാന്ന്. അപ്പോൾ മാഗി പറയാം, യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ്. അപ്പോൾ യോഗിമാർ ഇറച്ചിയൊന്നും കഴിക്കില്ല എന്ന് പറയാം. ഈസ് ദാറ്റ് വൈ യു ആസ്ക്ഡ് മീ ഇൻ ദ ബിഗിനിങ് വെദർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട്. അപ്പോൾ ഇതുകൊണ്ടല്ലേ നീ ആദ്യം എന്നോട് വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ അവളൊന്ന് ചിരിച്ചു.
We had reached a narrow doorway. Maggie took a thin latch key out of her pocket and opened the door. She entered and said, "Please come in." അപ്പോൾ എന്താ അവർ വീടെത്തി. അപ്പോൾ അവൾ പോക്കറ്റിൽ നിന്ന് കീ എടുത്തിട്ട് വാതിൽ തുറന്നു. ഭാഗത്തേക്ക് കയറുന്ന അദ്ദേഹത്തിനെ വിളിച്ചു കയറ്റി. When I was inside, Maggie closed the door. She went to the foot of the stairs and raising her voice a little called, "Mother, where are you?" അപ്പോൾ എന്താ വീടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ മാഗി വാതിലടച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒച്ചയിൽ ചോദിച്ചു, "അമ്മേ എവിടെയാണെന്ന്?" ചോദിച്ചു. "I am in the kitchen, child." The answer came from below. ഞാൻ അടുക്കളയിലാടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം എവിടെ നിന്നാണ് വന്നത്? അടിയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഈ സ്ഥലത്ത് വീടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുക്കള താഴത്തായിരിക്കും. നമ്മൾ പണ്ടത്തെ വീടുകളൊക്കെ ഉണ്ടല്ലോ, സ്റ്റോർ റൂമൊക്കെ അടിയിലായിരിക്കും. നമ്മളെ വലിയ പൈസ ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു തട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലെയാണ് ഇവരുടെ അടുക്കള അടിയിലായിരുന്നു. It is necessary to explain here that London streets are above ground, kitchens are often below street level. അപ്പോൾ അടുക്കളൊക്കെ അടിയിലാണ്. മാഗി ഇപ്പോൾ ചോദിക്കുകയാണ്, "Do you mind?" "Not in the least. Come on," I said. അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാഗി ചോദിക്കാം, വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഗുപ്ത പറഞ്ഞു, "വാ നമുക്ക് പോകാമെന്ന്" പറഞ്ഞു. Together we descended the stairs to the kitchen. അപ്പോൾ എന്താ ഡിസെൻഡഡ് എന്ന് വെച്ചാൽ ഇറങ്ങിച്ചല്ല. അപ്പോൾ അവർ അടുക്കളയ്ക്ക് ഇറങ്ങിപ്പോയി. "See Maggie from the doorway. An Indian gentleman has come to see you." "അമ്മേ, അതേ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ ജെന്റിൽമാൻ വന്നിട്ടുണ്ട് എന്ന് പറയാം." "Where is he?" the old woman asked eagerly. എവിടെ ചോദിക്കുകയാണ്. ഈഗർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. With a smile, I stepped into the kitchen behind Maggie. She introduced us. "This is Mr. Gupta, mother," she said. "Mr. Gupta, my mother." അപ്പോൾ എന്താണ്, ചിരിച്ചിട്ടൊക്കെ അവർ അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, "ഇതാണ് കേട്ടോ ഗുപ്ത." അപ്പോൾ ഗുപ്തയോട് പറഞ്ഞു, "ഇതാണ് കേട്ടോ എൻ്റെ." അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മാഗി പരിചയപ്പെടുത്തി കൊടുത്തു. "How do you do?" I said and held out my hand. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കണ്ട സുഖമാണോ നമ്മൾ കൈ ഷേക്കിൻ്റെ കൊടുക്കാൻ പോകില്ലേ. അപ്പോൾ നമ്മുടെ ഈ അമ്മ എന്താണ് പറഞ്ഞത്? "Excuse me, my hands," she said, holding them out for me to see. "They were convened with flour. Today is Saturday," she explained. "I am making cakes. People will come to buy them this evening. They will be sold on the streets tonight. This is the way we make our living. Lots of trouble." അപ്പോൾ അമ്മ പറയുകയാണോ, "അയ്യോ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ മാവാണ്, അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്." അപ്പോൾ ഇങ്ങനെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ കുറച്ച് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വരുമാനം എന്നൊക്കെ പറയാം. Saturday night is a time of festivity in poor neighborhoods. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഗ്രാമത്തിലല്ലോ, ഞങ്ങളുടെ ഇവിടുത്തെ ഈ സ്ഥലങ്ങളിൽ ഈ പൂവറായിട്ടുള്ള പോവർട്ടിയുള്ള സ്ഥലത്ത് ഇതൊക്കെ ഈ ശനിയാഴ്ച ഇന്നൊരു ആഘോഷം ഉണ്ടാവും. All sorts of things are sold from countless lighted push carts. അപ്പോൾ ഒരു പുഷ് കാർട്സ് എന്ന് വെച്ചാൽ ഒരു ഉന്തുവണ്ടിയിൽ എല്ലാ തരം സാധനങ്ങൾ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ശനിയാഴ്ച ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ ഓൺ എനി അതർ ഡേ. അപ്പോൾ ഈ ശനിയാഴ്ച എല്ലാ ഈ സ്ട്രീറ്റ് മൊത്തം ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ മൊത്തം ആൾക്കാരായിരിക്കും. സാറ്റർഡേ ഈസ് ദ ഡേ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദേ റിസീവ് ദെയർ വീക്ക്ലി വേജസ്. അപ്പോൾ ശനിയാഴ്ചയാണ് അവർക്ക് ആഴ്ചത്തെ വരുമാനം കിട്ടുക. അപ്പോൾ അവർ അടിച്ചു പൊളിക്കുന്നൊക്കെ പറയാണ്. ഇൻഗ്രീഡിയൻസ് ഫോർ കേക്ക് മേക്കിംഗ്: ഫ്ലോർ, ഷുഗർ, ഫാറ്റ്, റേസിൻസ്, എഗ്സ്. അപ്പോൾ റേസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉണക്കമുന്തിരിയില്ല. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ. ആൻഡ് സോ ഫോർത്ത് were set out in readiness upon the dresser. Several freshly baked cakes and tins were also there. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോൾ കേക്കിന് ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ചില കേക്കൊക്കെ റെഡി ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹം കാണുന്നത്. Sitting in such a poor kitchen will not be very pleasant for you, will it? Mrs. Clifford said. "I have almost finished my work, Maggie. Take him into the sitting room. I will come in a minute." അപ്പോൾ നമ്മുടെ ഈ അമ്മ പറയാണ്, നിങ്ങൾക്ക് ഈ അടുക്കളയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിത് വല്ല പ്രശ്നമാവും, നിങ്ങൾ മുകളിൽ പോയിരുന്നോ, മാഗി ഇദ്ദേഹത്തിനെ വിളിച്ച് കൊണ്ടുപോകും എന്ന് പറയാട്ടോ. No, I protested. "I can sit here well enough. The cake you make are nice ones, I must say." അപ്പോൾ എന്താണ് ഇദ്ദേഹം പറയുക, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് വളരെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എന്നൊക്കെ പറയാണ്. മിസ്സസ് ക്ലിഫോർഡ് താങ്ക്ഡ് മീ വിത്ത് എ സ്മൈൽ. അപ്പോൾ എന്താണ്, താങ്ക് യു എന്ന് പറഞ്ഞു ചിരിച്ചിട്ട് കേട്ടോ. "വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഈസ് ഇന്ത്യ സർ?" ആസ്ക്ഡ് മിസ്സസ് ക്ലിഫോർഡ് ആസ് ഷീ റെസ്യൂംഡ് ഹെർ കുക്കിംഗ്. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ ചോദിച്ചു, എങ്ങനെയാണ് ഇന്ത്യത്തെ കൺട്രി, നല്ല കൺട്രി ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. "എ ബ്യൂട്ടിഫുൾ കൺട്രി." അപ്പോൾ ഇദ്ദേഹം പറയാണ്, നല്ല ഭംഗിയുള്ള ഒരു കൺട്രിയാണെന്ന് പറയാണ്.
സേഫ് ടു ലീവ് ഇൻ. അവിടെ ജീവിക്കാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെർട്ടൻലി ബട്ട് നോട്ട് കോൾഡ് ലൈക്ക് ദിസ് കൺട്രി. അവിടെ ഇത്ര തണുപ്പൊന്നുമില്ല കേട്ടോ, നല്ല ക്ലൈമറ്റ് ആണ് എന്നൊക്കെ പറയാണ്. ഇറ്റ് ഈസ് സംവാട്ട് ഹോട്ട്. അവിടെ ഏകദേശം ചൂടൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണെന്ന് പറയാം. ആരെന്റ് ദർ ടു മെനി സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് ഡോണ്ട് ദേ കിൽ പീപ്പിൾ. അവിടെ പാമ്പുകളും പുലികളൊക്കെ ഉണ്ടോ, അവർ മനുഷ്യന്മാരെ കൊല്ലില്ലേ? ഡോണ്ട് ബിലീവ് ദാറ്റ് ഐ ലാഫ്ഡ്. സ്നേക്സ് ആൻഡ് ടൈഗേഴ്സ് കീപ് ടു ദി ജംഗിൾസ്. ദേ ഗെറ്റ് കിൽഡ് ദംസെൽഫ് ഇഫ് ദേ കം ടു ക്ലോസ് ടു പ്ലേസസ് വേർ പീപ്പിൾ ലീവ്. അതൊന്നും വിശ്വസിക്കില്ലേ? ഇവരൊക്കെയും ഈ സ്നേക്സും നമ്മുടെ ടൈഗേഴ്സൊക്കെ അവർ ജംഗിളിലാണ് ജീവിക്കുക. അവർ അഥവാ നമ്മൾ ഉപദ്രവിക്കണമെങ്കിൽ അവർ ക്ലോസ് ആയിട്ട്, അവരിപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വില്ലേജിലേക്കൊക്കെ വന്നാലാണ് ആൾക്കാരെ കൊല്ലുള്ളൂ എന്നൊക്കെ ഇദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മുടെ ഈ അമ്മ ചോദിക്കുകയാണ്, ആൻഡ് ഫീവേഴ്സ്, അപ്പോൾ പനിയോ ചോദിക്കാം. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ ദർ ഇസ് മോർ ഫീവർ ദാൻ ഇൻ അതേഴ്സ്. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവരിവെയർ നോട്ട് ദ സെയിം ഓൾ ദ ഇയേഴ്സ് അറൗണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ പനി വരും, പക്ഷെ എല്ലാ കൊല്ലും തുടർച്ചയായിട്ട് പനിയൊന്നും വരില്ല എന്ന് പറയാണ്. മൈ സൺ ഈസ് ഇൻ പഞ്ചാബ്, ഹീസ് എ സോൾജർ. വാട്ട് കൈൻഡ് ഓഫ് എ പ്ലേസ് ഈസ് ദ പഞ്ചാബ്. അപ്പോൾ ഈ അമ്മ പറയാണ്, എൻ്റെ മകൻ പഞ്ചാബിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ മകൻ ഒരു സോൾജറാണ്. അപ്പോൾ പഞ്ചാബ് ഉള്ള സ്ഥലം അത് ഇങ്ങനത്തെ സ്ഥലമാണെന്നൊക്കെ ചോദിക്കുകയാണ്. ദ പഞ്ചാബ് ഇസ് എ ഫൈൻ പ്ലേസ്. അത് നല്ലൊരു സ്ഥലമാണെന്ന് പറയാണ്. ദർ ഇസ് ലിറ്റിൽ ഫീവർ ദർ. ഇറ്റ് ഈസ് വെരി ഹെൽത്തി. അവിടെ അധികം പനിയൊന്നുമില്ല, കുറച്ച് പനിയൊക്കെ ഇടയ്ക്ക് വരുള്ളൂ, പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്, മിസ്സസ് ക്ലിംഫോർഡ് സൈഡ്. അപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് പറയണം അമ്മ. ഹാവു, ഇത് കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി എന്ന് പറയാം. ഹെർ ബേക്കിംഗ് വാസ് ഫിനിഷ്ഡ്. മാഗി ഷി സെയ്ഡ്, ടേക്ക് മിസ്സസ് ഗുപ്ത അപ്സ്റ്റേഴ്സ്, ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ് ആൻഡ് ബ്രിങ് ടീ. അപ്പോൾ എന്താണ്, അമ്മേൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ മാഗീൻ്റെ അടുത്ത് പറയാം, ഗുപ്തേനെ മുകളിൽ കൊണ്ട് ഇരുത്തോ, ഞാൻ ചായ ആയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയാണ്. മാഗി ഷോവ്ഡ് ദ വേ ടു ദയർ സിറ്റിംഗ് റൂം ആൻഡ് ഐ ഫോളോവ്ഡ്. ദ ഫർണിച്ചർ വാസ് ചീപ്പ് ആൻഡ് ദർ വാസ് നോട്ട് മച്ച് ഓഫ് ഇറ്റ്. അപ്പോൾ എന്താ, മാഗി അദ്ദേഹത്തിനെ നമ്മുടെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോവാണ്. അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്തത്, അവിടുത്തെ ഫർണിച്ചറൊക്കെ വളരെ ചീപ്പാണ്, വളരെ പാവപ്പെട്ട വീടാണല്ലോ, അപ്പോൾ അധികം പൈസ ഒന്നും ഇല്ലാത്ത ഫർണിച്ചറൊക്കെ വളരെ ദുരന്തം ഫർണിച്ചേഴ്സാണ്. അതുപോലെ തന്നെ എന്താണ്, അത്ര ഫർണിച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ദ കാർപ്പറ്റ് വാസ് ഓൾഡ്. അപ്പോൾ കാർപ്പറ്റ് വളരെ ഓൾഡായിരുന്നു. ടോൺ ഇൻ പ്ലേസസ്, അപ്പോൾ ഇടയ്ക്കൊക്കെ കീറിയുണ്ട്. ബട്ട് എവറിത്തിങ് വാസ് എക്സ്ട്രീംലി ക്ലീൻ. പക്ഷേ എല്ലാം വളരെ ക്ലീൻ ആയിരുന്നു കേട്ടോ. ഹി ഡ്രൂ ദ കർട്ടൻസ് ബാക്ക് ആൻഡ് ഓപ്പൺ ദ വിൻഡോസ്. ദർ വാസ് എ ഗ്ലാസ് ബുക്ക് കേസ്. ഐ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എന്താ, മാഗി കർട്ടനൊക്കെ നീക്കി വാതിലിൻ്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി നിന്നു. മിസ്സസ് ക്ലിഫോർഡ് കെയിം ഇൻ ക്യാരിങ് ദ ടീ ട്രേ. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഓൾ ട്രേസ് ഓഫ് ദ കിച്ചൺ ഹാഡ് വാനിഷ്ഡ് ഫ്രം ഹെർ പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ അമ്മ വന്നിട്ട്, മിസ്സസ് ക്ലിഫോർഡ് വന്നിട്ട് ചായ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ അമ്മ വളരെ തിരക്കായിരുന്നല്ലോ, കുക്കിംഗ് ആയിട്ട് വളരെ തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ മറന്ന പോലെയാണ്. ആസ് വി ഡ്രാങ്ക് ടീ ഐ ടോക്ക്ഡ് അബൌട്ട് ഇന്ത്യ. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഷനിൽ വർത്താനം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇന്ത്യനെ കുറിച്ച് വർത്താനം പറയാം. മിസ്സസ് ക്ലിഫോർഡ് ഷോഡ് മീ എ ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ സൺ. അപ്പോൾ ഈ അമ്മേൻ്റെ മകൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഇറ്റ് ഹാസ് ബീൻ ടേക്കൺ ബിഫോർ ഹി ലെഫ്റ്റ്. അപ്പോൾ എൻ്റെ മകൻ പോണിങ്ങാട്ട് മുമ്പ് എടുത്ത ഫോട്ടോയാണ് കേട്ടോ അത്. ഹിസ് നെയിം വാസ് ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക്. അപ്പോൾ എൻ്റെ മകൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, അല്ലെങ്കിൽ ഫ്രാങ്ക് എന്നൊന്നും വിളിക്കും. മാഗി ബ്രോട്ട് ഔട്ട് എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഹി ഹാഡ് സെൻഡ് ഹെർ ഫോർ ഹെർ ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ മാഗീൻ്റെ ബർത്ത്ഡേക്ക് മാഗീൻ്റെ ബ്രദർ അയച്ചു കുറേ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയാണ്. ദർ വാസ് മെനി പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടെയിൻ കൺട്രി. അപ്പോൾ സിംലത്തെയാണ് മിക്ക ഫോട്ടോസും. ഓൺ ദ ഇൻസൈഡ് പേജ് വാസ് റിട്ടേൺ ടു മാഗി ഓൺ ഹെർ ബർത്ത്ഡേ ഫ്രം ഹെർ ലവിങ് ബ്രദർ ഫ്രാങ്ക്. അപ്പോൾ ഇതെൻ്റെ മാഗീൻ്റെ പുന്നാര ചേട്ടൻ അയച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയാണ്. മാഗി സെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് ഷോ മിസ്റ്റർ ഗുപ്ത ദ റിംഗ്. അപ്പം മാഗീൻ്റെ അടുത്ത് പറയാണ്, മാഗി നീ ആ റിംഗ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്ത ഗുപ്തയ്ക്ക് എന്ന് പറയാണ്. ഹാസ് യുവർ ബ്രദർ സെൻഡ് യു എ റിംഗ്? ഐ ആസ്ക്ഡ് ഹെർ. ലെറ്റ് മീ സീ വാട്ട് കൈൻഡ് ഓഫ് എ റിംഗ് ഇറ്റ് ഈസ്. അപ്പം നമ്മുടെ ഗുപ്ത ചോദിക്കുകയാണ്, നിനക്ക് മോതിരം തന്നയച്ചിട്ടുണ്ടോ, ഞാനൊന്ന് നോക്കട്ടെയും പറയാണ്. ഇറ്റ് ഈസ് എ മാജിക് റിംഗ്. മാഗി എക്സ്പ്ലെയിൻഡ്. യോഗി ഗീവ് ഇറ്റ് ടു ഫ്രാങ്ക്. അപ്പോൾ എന്താണ്, നമ്മുടെ മാഗി പറയാണ്, ഇതൊരു മാജിക് റിംഗ് ആണ്. ഈ മാജിക് റിംഗ് ആരാണ് കൊടുത്തത്? ഒരു യോഗിയാണ് കൊടുത്തത്. എൻ്റെ ചേട്ടൻ ഒരു യോഗി കൊടുത്തതാണെന്ന് പറയാം. ഷി ബ്രോട്ട് ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ക്യാൻ യു സീ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഇൻ ഇറ്റ്. അപ്പോൾ ഈ നമ്മുടെ ആര് ചോദിക്കുക, മാഗി ചോദിക്കുകയാണ്, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. I had heard a lot about crystal gazing. A crystal was set in the ring. I took it up and examined it. അപ്പോൾ ഇദ്ദേഹം ആ റിംഗ് എടുത്തിട്ട് നോക്കി. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ഗ്ലേസിങ് ആയിട്ടുള്ളൊരു റിംഗ് ആണ്.
Frank sent the ring, Mrs. Clifford said. He wrote that if you concentrate on a distant person as you gaze into it, you will be able to see him and what he is doing. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്രാങ്ക് ഇത് തന്നപ്പോൾ ഇത് കൊടുത്തു വെച്ചപ്പോൾ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്, ഇപ്പം നമ്മൾ ആരെ കാണാനാണ് ആഗ്രഹിക്കുന്നത് ആളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ റിങ്ങിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാവി കാണാൻ സാധിക്കും എന്നാണ് ഫ്രാങ്ക് പറഞ്ഞിരിക്കുന്നത്. മാഗി ആൻഡ് ഐ ഹാവ് കോൺസെൻട്രേറ്റഡ് അപ്പോൺ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ because we have not had any news of Frank for a long time. അപ്പം മാഗീൻ്റെ അമ്മയും ഈ റിങ്ങിൽ കുറേ നേരം ഈ ബ്രദറിനെ, തൻ്റെ മകനെ ആലോചിച്ച് കുറേ നേരം നോക്കി, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചില്ല. എന്തിനാ അങ്ങനെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രദറിൻ്റെ ലെറ്റർ വന്നിട്ട് കുറേ ദിവസമായി. ബട്ട് വി ഹാവ് നോട്ട് ബീൻ able to see anything. Why don't you try? You are a Hindu. You may be able to date. ഗുപ്ത, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നീ ഒരു ഹിന്ദു അല്ലേ, അപ്പോൾ നിനക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമെങ്കിലോ പറയാണ്. ഐ റിയലൈസ് ദാറ്റ് സൂപ്പർസ്റ്റിഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ്, ഈ അന്ധവിശ്വാസം ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നിങ്ങനെ ഇദ്ദേഹം വിചാരിക്കുകയാണ്. ഐ ഡിഡ് നോട്ട് ഹാവ് ദ ഹേർട്ട് ടു ടെൽ ദ മദർ ആൻഡ് ഡോട്ടർ ദാറ്റ് ദ റിംഗ് വാസ് നത്തിങ് മച്ച് ബ്രാസ് വിത്ത് എ പീസ് ഓഫ് ഓർഡിനറി ഗ്ലാസ് സ്ട്രങ് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു മടിയായി, എന്ത് നമ്മുടെ ഫ്രാങ്ക് വളരെ വലിയൊരു ഗിഫ്റ്റ് തന്നേന്ന് വിചാരിച്ച് ഈ മകളും അമ്മയും ഇരിക്കുകയാണല്ലോ. അപ്പം ഇത് ഒരു സൂപ്പർസ്റ്റിഷനാണ്, ഇതൊരു അന്ധവിശ്വാസമാണ്, ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയാൻ ഇദ്ദേഹത്തിന് ഒരു മടിയായി. അവരുടെ ഈ സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചു. They believed that Frank had sent them a new and miraculous thing ഫ്രം എ ഡിസ്റ്റൻറ്റ് ലാൻഡ്, എ ഡ്രീം ഇന്ത്യ. അപ്പോൾ ഇവരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഈ മോൻ വളരെ വലിയ ഒരു ഗിഫ്റ്റാണ് കൊടുത്തു വെച്ചിരിക്കുന്നതൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഹൗ കുഡ് ഐ ഷട്ടർ ദൈ ഫെയ്ത്ത്. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് തല്ലിക്കെടുത്താം, ഷട്ടർ എന്ന് വെച്ചാൽ തല്ലിക്കെടുത്താം, ഇവരുടെ വിശ്വാസം ഞാൻ എങ്ങനെയാണ് തല്ലിക്കെടുത്താം. അർജൻ ബൈ മിസ്റ്റർ ക്ലിഫോർഡ് ആൻഡ് മാഗി ഐ ടുക്ക് ദ റിംഗ് ഇൻ ടു മൈ ഹാൻഡ് ആൻഡ് സ്റ്റാർട്ടഡ് അറ്റ് ഇറ്റ് ഇൻറ്റൻസിലി ഫോർ എ ലോങ് ടൈം. ഐ കാനോട്ട് സീ എനിത്തിങ്, ഐ എക്സ്പ്ലെയിൻഡ് അറ്റ് ലാസ്റ്റ് ഗീവിങ് അപ്പ്. അപ്പം എന്താണ്, ഗുപ്ത ഇതെടുത്തിട്ട് എടുത്തിട്ട് കുറേ നേരം നോക്കി, വെറുതെ ആക്ട് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറയാം. ദ മദർ ആൻഡ് ഡോട്ടർ were disappointed. To change the subject, I said, here is a violin, it is yours, isn't it? അപ്പോൾ ആ മാറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, അതെ ഇതൊരു വയലിൻ അല്ലേ, ഇത് നിൻ്റെ ആണോ എന്ന് ചോദിക്കുക. Yes, Mr. Clifford answered. Maggie, please quite well. Maggie, please play something for us. അപ്പോൾ നമ്മുടെ ഗുപ്ത സബ്ജക്റ്റ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വയലിൻ ഉണ്ടല്ലോ, അത് ആരാ വായിക്കുന്നത്, മാഗിയാണോ വായിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ മാഗീൻ്റെ അമ്മ എന്താണ് പറയുന്നത്, നമ്മുടെ മാഗി നന്നായിട്ട് വയലിൻ വായിക്കുന്ന കുട്ടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മാഗി ഒന്ന് വായിച്ച് കാണിച്ചു കൊടുത്തേന്ന് പറഞ്ഞു. ഹോ മദർ, മാഗി ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ പ്രൊട്ടസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്താ അമ്മയെന്നൊക്കെ പറയില്ല തന്നെ. മാഗി, ഐ പ്ലീഡഡ്, പ്ലീസ് പ്ലേ സംതിങ്, ഐ ആം വെരി ഫോണ്ട് ഓഫ് ദ വയലിൻ, ഐ ഹാവ് എ സിസ്റ്റർ അറ്റ് ഹോം അബൌട്ട് യുവർ ഏജ്, ഷീ യൂസ്ഡ് ടു പ്ലേ ഫോർ മീ. മാഗി ഒന്ന് വായിച്ചതാ പ്ലീസ്, എനിക്ക് നല്ല ഇഷ്ടം ഇത് കേൾക്കാൻ. ഫോണ്ടെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിൻ്റെ അതേ പ്രായമുള്ള ഒരു അനിയത്തിയുണ്ട്, അവൾ നന്നായി വയലിൻ വായിക്കുന്നുണ്ടോ, എനിക്കൊന്ന് കേൾക്കാൻ കൊതിയായിട്ട് ഒന്ന് വായിച്ചാന്ന് പറഞ്ഞു. ദ വേ ഐ പ്ലേ ഇസ് നോട്ട് അറ്റ് ഓൾ വർത്ത് ലിസണിങ് ടു, മാഗി സൈഡ്. അപ്പോൾ പറഞ്ഞു, എനിക്ക് അത്ര നന്നായിട്ടൊന്നും വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. മൈ എൻറ്റർടീസ് അറ്റ് ലാസ്റ്റ് പെർസ്യൂഡഡ് ഹെർ ടു പ്ലേ. എന്ന് വെച്ചാൽ മൈ എൻറ്റർടീസ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ കുറേ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താലാണ് അവൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞല്ലോ, ഒന്ന് ഡാൻസ് കളിക്കടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസ് കളിക്കുള്ളൂ. പെർസ്യൂഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്യാം. ഇദ്ദേഹം കുറേ റിക്വസ്റ്റ് ചെയ്തും ഫോഴ്സ് ചെയ്തിട്ട് അവസാനം നമ്മുടെ മാഗി വയലിൻ വായിക്കാമെന്ന് പറഞ്ഞു. ഐ ഡു നോട്ട് നോ മെനി പീസസ്, ഷീ സെയ്ഡ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ. അപ്പോൾ നമ്മുടെ മാഗി പറഞ്ഞു, എനിക്ക് അങ്ങനെ അധികം ഒന്നും അറിയില്ല, അപ്പോൾ ചേട്ടന് ഇങ്ങനത്തെ കേൾക്കാനാണ് താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഷാൽ ഐ ചൂസ് സംതിങ്, ഓൾ റൈറ്റ് ദെൻ ഗിവ് മീ യുവർ മ്യൂസിക്, ലെറ്റ് മീ സീ വാട്ട് യു ഹാവ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത്, അപ്പോൾ നിനക്ക് അപ്പോൾ എനിക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും, അപ്പോൾ നീ നിൻ്റെ ബുക്ക് ഒന്ന് ഞാൻ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. മാഗി ബ്രോട്ട് ഔട്ട് ആൻ ഓൾഡ് മ്യൂസിക് കേസ് ബോട്ട് ഇൻ ബ്ലാക്ക് ലെതർ. അപ്പോൾ അവളുടെ പണ്ടത്തെ ബുക്ക് എടുത്തു, അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. പിന്നെ ഇവിടെ പറയുന്നത് ഓരോരോ പാട്ടുകളാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പീസസ് വർ ലൈറ്റ് അയേഴ്സ് ലൈക്ക് ഗുഡ് ബൈ ഡോളി ഗ്രേ, ഹണി സക്കിൾ ആൻഡ് ദ ബീ എക്സെട്ര.
There was a few really good though, all the fashioned ones, things like Robin Adair, Annie Lowry, The Last Rose of Summer, etc. There were several Scotch songs. So I selected The Bluebells of Scotland and handed Maggie the music. Maggie played and I hummed the tune to myself. അപ്പോൾ കുറേ പലതരം പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ് ചൂസ് ചെയ്തത്? ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലാൻഡ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ മാഗി ഇത് വായിച്ചു. അപ്പോൾ ഇദ്ദേഹം ഹം ചെയ്തു എന്ന് വെച്ചാൽ മൂളി കൊടുത്തു. When the song was over, I praised her, playing lavishly as I thanked her. Maggie had never had the opportunity to study, Mrs. Clifford said. She had learned what she knew by herself. If our circumstances ever improve, I shall arrange for her to have lessons. On my way back, I was filled with astonishment. The incident touched me very deeply. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ നീ വായിച്ചത്, നല്ല രസമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാഗിൻ്റെ അമ്മ എന്താണ് പറഞ്ഞത്? ഇവള് തന്നെ ഇവിടെ പോയി പഠിച്ചോന്നുള്ളത് ഇവളുടെ തന്നെ സ്വന്തം കഴിവാണ്. അപ്പോൾ അമ്മ പറയും, ഇനി ഞങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇവളെനിക്ക് വയലിൻ ക്ലാസ്സിനൊക്കെ വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ഗുപ്തൻ്റെ മനസ്സിൽ കുറേ ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. 3 months passed. I visited Maggie and her mother several times at their home and took Maggie to see the zoo once. She rode the elephant Indian Raja like all the other boys and girls. How delighted she was. അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗുപ്ത ഇടയ്ക്ക് ഇവരെ വീട്ടിൽ പോവും, ഇവരെ കണ്ട് സംസാരിക്കും, ഇവരെ സൂവിലോട്ടൊക്കെ കൊണ്ടുപോയി, എന്നിട്ട് മാഗീനെ എലിഫാൻറ്റിൻ്റെ മേത്തൊക്കെ എത്തി. അങ്ങനെ അപ്പോൾ ഇവൾക്ക് വളരെ സന്തോഷമായി എന്നാണ് പറയുന്നത്. ബട്ട് നോ ന്യൂസ് ഹാഡ് കം ഫ്രം ഹെർ ബ്രദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ബ്രദറിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. Urged by Mrs. Clifford, I went to Indian house one day and made inquiries. I was told the regiment to which Frank belonged was fighting on the northwest frontier. Mrs. Clifford became extremely worried when she heard it. അപ്പോൾ നമ്മുടെ മിസ്സസ് ക്ലിംഫോർഡ് പറഞ്ഞിട്ട് നമ്മുടെ ഗുപ്ത നമ്മുടെ ഈ ഫ്രാങ്കിനെ അന്വേഷിക്കാൻ പോയി. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഹൗസിലേക്ക് പോയി അന്വേഷിച്ചു. അപ്പോൾ എന്താ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു വാറിലാണ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിലൊരു വാറിലാണ് ഫ്രാങ്ക്. അപ്പോൾ വാറിന് വേണ്ടി പോയേക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ മിസ്സസ് ക്ലിംഫോർഡിന് വളരെ പേടിയായി. അപ്പോൾ വൺ ഡേ റിസീവ്ഡ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി ഷി റോട്ട്. അപ്പോൾ ഒരു ദിവസം ഗുപ്തയ്ക്ക് ഒരു ലെറ്റർ കിട്ടി. ആരുടെ നിന്ന്? മാഗി എഴുതിയ ഒരു ലെറ്റർ കേട്ടോ. Dear Mr. Gupta, my mother is very ill. I had not been able to go to work for a week. We shall be extremely grateful if you take the trouble to come to see us, Maggie. അപ്പോൾ എന്താണ് മാഗി വെച്ചത്? ഡിയർ ഗുപ്ത, എൻ്റെ അമ്മയ്ക്ക് അസുഖമാണ്, എനിക്ക് ഒരു ആഴ്ച ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വന്ന് എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു സഹായമായേനെന്ന് പറഞ്ഞു. അപ്പോൾ I had told the family with whom I lived about Maggie and her mother. At breakfast, I spoke of the letter. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലീൻ്റെ അടുത്തൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റൂമിലത്തെ ഹോസ്റ്റേഴ്സിനോടൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ ഇതൊക്കെ വർത്താനം പറയാണ്. My hostess said, when you go, take some money with you. The girl had not been able to go to work for a week. She had not received any pay. It is probable that they are hard up. അപ്പോൾ എന്താണ് ഹോസ്റ്റേഴ്സ് പറയുന്നത്? നീ എന്തായാലും മുമ്പ് കുറച്ച് പൈസ കൊണ്ടുപോകുക, കാരണം അവൾ ഒരാഴ്ചയായി പണിക്ക് പോയിട്ട്, അപ്പോൾ അവിടെ കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് I took some money and set out for Lambeth. I knocked at the door. Maggie opened it. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പൈസയൊക്കെ എടുത്തിട്ട് ലാംബത്തേക്ക് പോയി. അപ്പോൾ ഡോർ നോക്ക് ചെയ്തപ്പോൾ ആരാണ് നോക്ക് ചെയ്യുന്നത് വെച്ചാൽ തട്ടുക. അപ്പോൾ മാഗിയാണ് തുറന്നത്. ഷി വാസ് ലുക്കിംഗ് മച്ച് പുൾഡ് ഡൗൺ. ഹെർ ഐസ് വേർ ഹോളോ ആൻഡ് റിങ്ഡ്. ഓ താങ്ക് യു മിസ്റ്റർ ഗുപ്ത, ഷി എക്സ്പ്ലെയിൻഡ് വെൻ ഷി സോ ഹിം. ഇറ്റ് ഇസ് സോ കൈൻഡ് ഓഫ് യു. അപ്പോൾ ഗുപ്തനെ കണ്ടപ്പോൾ മാഗി ഓ താങ്ക് യു ഗുപ്ത എന്നൊക്കെ പറഞ്ഞു. ഹൗ ഇസ് യുവർ മദർ മാഗി ഐ ആസ്ക്ഡ്. എങ്ങനെയുണ്ട് നിൻ്റെ അമ്മയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ. ഹെർ കണ്ടീഷൻ ഈസ് വെരി സീരിയസ്. ദ ഡോക്ടർ സേസ് ഇറ്റ് ഈസ് അഗ്രവേറ്റഡ് ബൈ ഹെർ ആൻസൈറ്റി ഓവർ ഫ്രാങ്ക്. ദർ ഇസ് നോ ന്യൂസ് from him yet. She may not leave. അപ്പോൾ എങ്ങനെയുണ്ട് അമ്മ ചോദിച്ചപ്പോൾ നമ്മുടെ മാഗി പറയാം, അമ്മ ഇപ്പോൾ കിടന്നുറങ്ങുക. അപ്പോൾ ഈ അമ്മേൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്, അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഡോക്ടർ എന്താ കാരണം പറയുന്നതെന്ന് വെച്ചാൽ അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ എന്താ, വഷളായിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അസുഖം വഷളായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഫ്രാങ്കിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ്. പിന്നെ അതേപോലെ തന്നെ വാറിന് പോയിട്ടൊരു ന്യൂസും കിട്ടിയില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇനി മരിക്കുമെന്ന് പോലും എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ പറയാം. I tried to console Maggie, drying her eyes
with my handkerchief. Maggie controlled herself with an effort and said, I have a request to make of you, Mr. Gupta. അപ്പോൾ ഇവളെ കുറേ കൺസോൾ ചെയ്യുന്ന വെച്ചാൽ ആശ്വസിപ്പിക്കുക, മാഗിനെ ആശ്വസിപ്പിക്കാൻ കുറേ നോക്കി. അപ്പോൾ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. അപ്പോൾ ഗുപ്തേൻ്റെ അടുത്ത് പറയും, എനിക്കൊരു കാര്യം ചെയ്തു തരുമോ ഗുപ്ത എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട് ഇസ് ഇറ്റ് മാഗി, ഐ ആസ്ക്. എന്താ മാഗി ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. കം ഇൻ ടു ദി സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു, ഷീ ആൻസേർഡ്. വി tiptoed carefully into the sitting room lest the sound of our footsteps should disturb the sick woman. I turned when I reached the center of the room and remained standing there. What is it, Maggie? I replied my question. അപ്പം ഞാൻ മാഗീൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ മാഗി പറഞ്ഞു, സിറ്റിംഗ് റൂമിലോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ടിപ്ടോയിഡ് എന്ന് വെച്ചാൽ എന്താ, ശബ്ദമൊന്നും ഇല്ലാണ്ട് പതുക്കെ അവർ രണ്ടുപേരും കൂടി സിറ്റിംഗ് റൂമിൽ പോയി. എന്നിട്ട് ഗുപ്ത മാഗീൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. മാഗി ഗേസ്ഡ് അപ്പ് ഇൻ ടു മൈ ഫേസ് വിത്ത് ബിസീച്ചിങ് ഐസ്. ബിസീച്ചിങ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ്. അവൾ എന്താണ്ടൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവനെ വിളിച്ച് വരുത്തിയത്. അപ്പോൾ അത് അവളുടെ കണ്ണിൽ കാണാമെന്നാണ് പറയുന്നത്. ഐ വെയിറ്റഡ്, ദെൻ ഷീ കവേർഡ് ഹെർ ഫേസ് വിത്ത് ഹെർ ഹാൻഡ്സ് ആൻഡ് വെപ്റ്റ് സൈലൻ്റ്ലി. അപ്പോൾ പെട്ടെന്ന് അവൾ മുഖം കൈകൊണ്ട് മറിച്ച് കരയാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ ഫിക്സ് എന്ന് വെച്ചാൽ എന്താ, കൺഫ്യൂഷൻ ആയി ഇദ്ദേഹത്തിന്. വാട്ട് വുഡ് ഐ സേ ടു കൺസോൾ ദിസ് ചൈൽഡ്? ഹെർ ബ്രദർ വാസ് ഫൈറ്റിംഗ് ഓൺ ദ ഫ്രണ്ടിയർ. ഓൺലി ഗോഡ് ന്യൂ വെദർ ഹി വാസ് അലൈവ് ഓർ ഡെഡ്. ഹെർ മദർ വാസ് ദ ഓൺലി person she had on earth. If she lost her, what would happen? Where in London could this girl on the threshold of adolescence go? അപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് വളരെ കൺഫ്യൂഷനാണ് അല്ലേ. എന്താണ് വാട്ട് വുഡ് ഐ സേ ടു, അപ്പോൾ എന്താണ് ഈ കുട്ടീൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ ആശ്വസിപ്പിക്കുക. ഈ കുട്ടീൻ്റെ ചേട്ടനാണെങ്കിൽ അവിടെ വാറിലാണ്, അതേപോലെ തന്നെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു അസുഖം, ഇവർ രണ്ടുപേരും നഷ്ടപ്പെട്ട ഈ കുട്ടി എന്ത് ചെയ്യും, ഇവിടെ ജീവിക്കുക എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഐ പുൾഡ് ഹെർ ഹാൻഡ്സ് അവേ ഫ്രം ഹെർ ഫേസ്. മാഗി ടെൽ മീ വാട്ട് യു വിഷ് മീ ടു ഡു. ഇഫ് ദർ ഈസ് എനിത്തിങ് ഐ ക്യാൻ ഡു ടു ഹെൽപ്പ് യു ഐ ഷാൽ നോട്ട് ഹെസിറ്റേറ്റ്. അപ്പോൾ അവളുടെ മുഖം കൈ കൊണ്ട് മറിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് എന്താ ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചു. എന്താണെങ്കിലും നീ ചോദിച്ചു എന്ന് പറഞ്ഞു. മിസ്റ്റർ ഗുപ്ത, ദ ഗേൾ സെയ്ഡ്, ഐ ഡു നോട്ട് നോ വാട്ട് യു വിൽ തിങ്ക് ഓഫ് ദ റിക്വസ്റ്റ് ഐ എം ഗോയിങ് ടു മേക്ക്. പ്ലീസ് ഫോർഗിവ് മീ, ഇറ്റ് ഈസ് വെരി വെരി റോങ്. അപ്പോൾ ഗുപ്തയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പ്ലീസ് ഇത് തെറ്റാന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഇസ് ഇറ്റ്, വാട്ട് ഡു യു വിഷ് ടു ആസ്ക്. അപ്പോൾ ഗുപ്ത ചോദിക്കുക, എന്താ ഞാൻ ചെയ്യേണ്ടത്, നീ പറയുന്നു പറയാണ്. All day yesterday, mother kept saying that if Mr. Gupta would come and gaze into the crystal, he might learn something about Frank. Mr. Gupta is a Hindu, she said. If only he would come, she said. That is why I wrote to you. എന്താണ് പറയുന്നത്, ഇദ്ദേഹം നമ്മുടെ മാഗി പറയാണ്, അമ്മ അസുഖം തന്നെയായിട്ട് ഒരു ദിവസം മുമ്പ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്, ഗുപ്തനെ ഒരു വട്ടം കൂടി വിളിച്ചിട്ട് ഒന്ന് ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിയിട്ട് നമ്മുടെ ഫ്രാങ്കിന് എന്താ പറ്റിയെന്ന് നോക്കാൻ പറയേ. ഗുപ്ത ഒരു ഹിന്ദു ആയതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റുമെന്നൊക്കെ പറയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാഗി ഇങ്ങനെ തനിക്ക് എഴുതിയെന്നൊക്കെ പറയാണ്. ഇഫ് യു വാണ്ട് മീ ടു ട്രൈ വൺസ് മോർ ഗോ ആൻഡ് ബ്രിങ് മീ ദ റിങ്. മാഗി ഓഫ് കോഴ്സ് ഐ വിൽ ഡു ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ഇത് ഞാൻ ഒരു വട്ടം കൂടി റിങ്ങിൽ നോക്കി പറയുക, മാഗി നീ ആ റിങ് എടുത്തിട്ട് വാ, ഞാൻ എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞു. ബട്ട് ഇഫ് യു ഡോണ്ട് സീ എനിത്തിങ് അഗെയിൻ ദിസ് ടൈം ഐ അണ്ടർസ്റ്റുഡ് വാട്ട് മാഗി മീൻസ്. ഐ വാസ് സൈലൻറ്റ്. അപ്പോൾ നമ്മുടെ മാഗി പറഞ്ഞു, ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിലോ. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്താ പറയേണ്ടതെന്ന് മനസ്സിലായി. മിസ്റ്റർ ഗുപ്ത, ഐ ഹാവ് റെഡ് ഇൻ ബുക്സ് ദാറ്റ് ഹിന്ദുസ് ആർ എക്സ്ട്രീംലി ട്രൂത്ത് ലവിങ്. ഇഫ് യു കുഡ് ബ്രിങ് യുവർ സെൽഫ് ടു ടെൽ മദർ ഓൺലി വൺസ് ആഫ്റ്റർ ലുക്കിംഗ് ഇൻ ടു ദ ക്രിസ്റ്റൽ ദ ഫ്രാങ്ക് ഈസ് ഓൾ റൈറ്റ്, ദാറ്റ് ഹി ഈസ് അലൈവ്, will it to be too much of a lie? What it be very very wrong. As she spoke, tears streamed from her eyes. അപ്പോൾ എന്താണ് മിസ്റ്റർ ഗുപ്തയോട് പറയുകയാണെന്ത്, ഞങ്ങൾക്കറിയാം ഹിന്ദുസ് വളരെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്, നിങ്ങൾ കള്ളൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ എന്നെ എൻ്റെ അമ്മേനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കള്ളം നിങ്ങൾ എന്തായാലും പറയണം. ആ റിങ്ങിൽ നോക്കിയിട്ട് എൻ്റെ ചേട്ടനൊന്നുമില്ല എന്നൊക്കെ ഒന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ആശ്വസിക്കണം. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മാർഗിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഐ തോട്ട് ഇറ്റ് ഓവർ. ഐ ആം നോട്ട് വെരി വിർച്വസ്. ഐ ഹാവ് ഡൺ മൈ സിൻഫുൾ തിങ്. സോ ഐ ഡിസൈഡഡ് ടു ഡു ദിസ്. ഇറ്റ് വുഡ് ബി ദ ലാസ്റ്റ് ഓഫ് മൈ ഒഫൻസ്. പ്ലീസ് മാഗി, ഡോണ്ട് ക്രൈ. Where is the ring? Let me take a good look at it this time. If I do not see anything, I shall do as you suggest. God will forgive me if it is wrong. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാൻ അത്ര വലിയ
തെറ്റൊന്നല്ല ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുറേ തെറ്റുകളിലത്തെ ഒരു കുഞ്ഞ് തെറ്റാണിത്. ഞാനത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. നീ റിങ് എടുത്തിട്ട് വാ, ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ നീ പറയുന്നത് പോലെയൊക്കെ ചെയ്യാം. എന്തായാലും ദൈവം എനിക്ക് മാപ്പ് തന്നോളൂ എന്നൊക്കെ പറയാണ് ഇദ്ദേഹം. മാഗി ബ്രോട്ട് മീ ദ റിങ്, ഐ ടുക്ക് ഇറ്റ് ആൻഡ് സെയ്ഡ് സീ ഇഫ് യുവർ മദർ ഈസ് എവേക്ക്. അപ്പോൾ മാഗി റിങ് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അമ്മ എണിച്ചൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. 15 minutes passed before Maggie came back. Mother is awake, she said. I have told her you are here. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാഗി വന്നിട്ട് പറഞ്ഞു അതേ അമ്മ എണിച്ചു, അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗുപ്ത ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മേ ഐ സീ ഹെർ നൗ. അപ്പോൾ ഗുപ്ത ചോദിച്ചു ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിച്ചു. പ്ലീസ് കം. അപ്പോൾ മാഗി പറഞ്ഞു വന്ന് കണ്ടോ എന്ന് പറഞ്ഞു. ഐ അപ്രോച്ച് ദ മദേഴ്സ് ബിസൈഡ്, ദ റിംഗ് വാസ് ഇൻ മൈ ഹാൻഡ്, വിഷിംഗ് ഹെർ എ ഗുഡ് മോർണിംഗ് ഐ സെയ്ഡ് മിസ്സസ് ക്ലിംഫോർഡ്. അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോയപ്പോൾ റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ കയ്യിൽ. എന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. യുവർ സൺ ഈസ് അലൈവ്, ഹീ ഈസ് വെൽ. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞത്, നിങ്ങളുടെ മകൻ ഒരു പ്രശ്നമില്ല, മകൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞത്. ഓൾഡ് വിമൺ റേസ്ഡ് ഹെർ ഹെഡ് എ ലിറ്റിൽ ഓഫ് ദ പില്ലോ. ഡിഡ് യു സീ ദാറ്റ് ഇൻ ദ ക്രിസ്റ്റൽ, ഷി ആസ്ക്ഡ്. അപ്പോൾ അമ്മാമ്മ ചോദിക്കുകയാണ്, മിസ്സസ് ക്ലിംഫോർഡ് ചോദിക്കുകയാണ്, നിങ്ങൾ കണ്ടോ, ആ റിങ്ങിൽ കണ്ടോ, എൻ്റെ മകനൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കണം. യെസ് മിസ്സസ് ക്ലിംഫോർഡ്, ഐ ആൻസർഡ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഹാവ് സീൻ ഇറ്റ്. അപ്പോൾ ഒരു മടി കൂടാതെ യെസ് എന്ന് പറഞ്ഞു. ഹെർ ഹെഡ് ഡ്രോപ്ഡ് ബാക്ക്, ടീയേഴ്സ് ഓഫ് ഹാപ്പിനെസ് വെൽഡ് ഫ്രം ഹെർ ഐസ്, ഷീ വിസ്പേർഡ് ഫെയിൻലി ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് നല്ല പുഞ്ചിരിയൊക്കെ ആയിട്ട് ഗുപ്തേൻ്റെ അടുത്ത് പറഞ്ഞു ഗോഡ് ബ്ലെസ് യു. മിസ്സസ് ക്ലിംഫോർഡ് റിക്കവേർഡ്. അങ്ങനെ പതുക്കെ അസുഖത്തിൽ നിന്നൊക്കെ മാറി. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ഫോർ മീ ടു റിട്ടേൺ ടു മൈ കൺട്രി. ഐ വിഷ് ടു ഗോ ടു ലാംബത്ത് ടു സേ ഗുഡ് ബൈ ടു മാഗി ആൻഡ് ഹെർ മദർ, ബട്ട് ദ ഫാമിലി വാസ് ഇൻ മൗറിങ്. മൗറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലാപം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുപ്തയ്ക്ക് വീണ്ടും ഇന്ത്യക്ക് പോകേണ്ട സമയമായി. ഇപ്പോൾ അവരോടൊക്കെ ഗുഡ് ബൈ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അവരുടെ വീട്ടിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രാങ്ക് മരിച്ചു. ഫ്രാങ്ക് ഹാസ് ബീൻ കിൽഡ് ഇൻ ദ ഫൈറ്റിംഗ് ഓൺ ദ ഫ്രോണ്ടിയർ എ മന്ത് അഗോ. മാഗി ഹാഡ് സെൻഡ് മീ എ കാർഡ് വിത്ത് എ ബ്ലാക്ക് ബോർഡർ. ഐ കാൽക്കുലേറ്റ് ഫ്രോം ദ ഡേറ്റ് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഫ്രാങ്ക് ഹാസ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഐ ടോൾഡ് ഹിസ് മദർ ഹി വാസ് അലൈവ് ആൻഡ് വെൽ. ഐ ഫെൽറ്റ് ashamed to face Mrs. Clifford, so I wrote a letter to them announcing my departure and binding them goodbye. അപ്പോൾ അവരോട് ഞാൻ പോവാണ്, ഞാൻ ഇന്നത്തെ ദിവസം പോവും, ഞാൻ ഈ ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ അവരോട് ഒരു ലെറ്ററിൽ എഴുതി വെച്ചിട്ട് പോയി. പിന്നെ ഇദ്ദേഹത്തിന് ഒരു ലെറ്റർ മാഗി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് ഒരു ബ്ലാക്ക് ബോർഡർ ഉള്ളത്. അപ്പോൾ തന്നെ മനസ്സിലായി ഫ്രാങ്ക് മരിച്ചു. പിന്നെ ഫ്രാങ്ക് മരിച്ച ദിവസം ഇദ്ദേഹം ആ കള്ളം പറഞ്ഞ ദിവസം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ടും ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ അമ്മേൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നുള്ളൊരു നാളും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദ മോർണിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഡൗൺഡ് ഐ വാസ് ടു ലീവ് ബിഫോർ നൈറ്റ്. ആസ് ഐ വാസ് ബ്രേക്ക്ഫാസ്റ്റിംഗ് വിത്ത് ദ ഫാമിലി ദർ വാസ് എ knock at the door. A minute or two later the maid came in and announced, please Mr. Gupta, Mrs. Clifford has come to see you. അപ്പോൾ അത് പോകേണ്ട ദിവസമായി. അപ്പം അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആര് വന്നു, മാഗിൻ്റെ അമ്മയും വന്നു. അപ്പോൾ നമ്മുടെ ഗുപ്തൻ്റെ വീട്ടിലത്തെ ജോലിക്കാർ പറയാം, ഗുപ്തനെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയാണ്. മൈ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അൺഫിനിഷ്ഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർ വന്നുകൊണ്ട് അത് ബ്രേക്കായിപ്പോയി. മാഗി ഹാഡ് കം ടു സേ ഗുഡ് ബൈ ലെസ്റ്റ് ഷീ ബി ലേറ്റ് ഫോർ ഓഫീസ് ബിക്കോസ് ഓഫ് മീ. I took the permission of my hostess and got up from the table. Maggie was standing in the hall. She was wearing black. I took her into the adjoining library and made her sit down. അപ്പോൾ എന്താണ്, മാഗി വന്നിട്ട് ഗുഡ് ബൈ പറയാനാണ് വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കാരണം മാഗീൻ്റെ സമയം തെറ്റുമെന്നൊക്കെ ഇങ്ങനെ ഇവന് പേടിയുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റേഴ്സിൻ്റെ പെർമിഷനോടെ ഇവൻ ഡെസ്കിൽ നിന്ന്, കാരണം ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ നമ്മുടെ മിസ്റ്റർ ഗുപ്ത മാഗീൻ്റെ അടുത്ത് പോയി. അപ്പോൾ മാഗി ഒരു കറുത്ത ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഗീനെ വിളിച്ച് ലൈബ്രറിയിൽ ഇരുത്തി. ആർ യു ലീവിങ് ടുഡേ, ഷി ആസ്ക്ഡ്. അപ്പോൾ ചേട്ടൻ ഒന്ന് പോവാണോ എന്ന് ചോദിക്കുകയാണ്. യെസ് മാഗി, ടുഡേ ഈസ് എ ഡേ ഓഫ് മൈ ഡിപ്പാർച്ചർ. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്, ഇന്നാണ് ഞാൻ പോകുന്നത്, ഇന്നാണ് എനിക്ക് പോകേണ്ട ദിവസം എന്നൊക്കെ പറയാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് യു ടു റീച്ച് യുവർ കൺട്രി. അപ്പോൾ നമ്മുടെ മാഗി ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കൺട്രിയിലെത്താൻ ചോദിക്കുകയാണ്. എ ലിറ്റിൽ മോർ ദാൻ 2 weeks. അപ്പോൾ 2 ആഴ്ചയ്ക്ക് എടുക്കുമെന്ന് പറയാണ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കൺട്രി ഡു യു ലീവ്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് എൻറ്റേർഡ് ദ പഞ്ചാബ് സിവിൽ സർവീസ്. ഐ ഷാൾ നോട്ട് നോ ആൻഡ് എക്സാക്ട്ലി വെർ ഐ എം പോസ്റ്റഡ് അൺടിൽ ഐ അറൈവ് ദർ. അപ്പോൾ ഞാൻ പഞ്ചാബ് സിവിൽ സർവീസാണ് ഞാൻ എനിക്ക് അവിടെയാണ് ജോലി, പക്ഷേ എനിക്ക് എവിടെയാണ് പോസ്റ്റ് കിട്ടാമെന്ന് എനിക്ക് അറിയില്ല, അവിടെ എത്തിയാൽ മാത്രമാണ് അറിയാൻ പറ്റാമെന്ന് പറഞ്ഞു. ഈസ് എ ഫ്രോണ്ടിയർ വെരി ഫാർ ഫ്രം ദർ. അപ്പോൾ ഇത് നമ്മുടെ ഫ്രോണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡർ, അത്
അകലെയാണോ എന്ന് ചോദിക്കുകയാണ് ഇവൾ. നോ നോട്ട് വെരി, അത് അടുത്താണെന്നൊക്കെ നമ്മുടെ ഗുപ്ത പറയാം. ഫ്രാങ്ക് ഇസ് ബറീഡ് അറ്റ് ഫോർട്ട് മോൺട്രോ നിയർ ഡരാഗാസി ഖാൻ. ദ ഗേൾസ് ഐസ് വർ ഫിൽഡ് വിത്ത് ടീയേഴ്സ് ആസ് ഷീ സ്പോക്ക്. അപ്പോൾ ഇവളിങ്ങനെ പറയണം എൻ്റെ ബ്രദറിന് ഇവിടെയാണ് അടക്കം ചെയ്തേക്കെന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗേവ് ആൻഡ് റൈറ്റ് ടു യു. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഞാൻ അവിടെ എത്തുമ്പോൾ എന്തായാലും നിൻ്റെ ബ്രദറെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയിട്ട് നിനക്കൊരു ലെറ്റർ എഴുതുന്നതായിരിക്കും എന്ന് പറയാണ്. ഇറ്റ് വോണ്ട് ബി ട്രബിൾസം ഫോർ യു ഓർ ഇൻകൺവീനിയൻറ്റ് മാഗി ആസ്കഡ്. അപ്പോൾ മാഗി ചോദിക്കണം ഇതൊക്കെ നിനക്കൊരു ഒരു കൺവീനിയൻസ് നിങ്ങൾക്ക് ഇതൊക്കെ ട്രബിൾ ആവില്ലേ, എന്തിനും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ മാഗി ഇങ്ങനെ ചോദിക്കുകയാണ് വൈ ഷുഡ് ഇറ്റ് ബി, ഡരാഗാസി ഖാൻ ഇസ് നോട്ട് വെരി ഫാർ ഫ്രം വേർ ഐ ഷാൾ ബി. ഇറ്റ് വിൽ ബി സർട്ടൻലി ബി പോസിബിൾ ഫോർ മീ ടു ഗോ ദർ സം ഡേ. ഐ വിൽ റൈറ്റ് ആൻഡ് ടെൽ യു അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇദ്ദേഹം പറയും അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നല്ല, ഇത് ഞങ്ങളുടെ വളരെ അടുത്തുള്ള സ്ഥലം തന്നെ, അപ്പോൾ അവിടെ പോകുമ്പോൾ എന്തായാലും ഞാൻ നിനക്ക് ലെറ്റർ എഴുതി അയച്ചു തരാമെന്ന് പറഞ്ഞു. മാഗീസ് ഫേസ് വാസ് ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആസ് ഷീ താങ്ക്ഡ് മീ. ഹെർ വോയിസ് ചോക്ക്ഡ് എന്ന് വെച്ചാൽ ഇടറി. She took it shining out of her pocket and pulled it down on the table in front of me, saying, "Please, but buy flowers with a shining shilling when you go and lay them on my brother's grave for me." അപ്പോൾ എന്താണ് മാഗി പറയുന്നത്? മാഗീൻ്റെ മുഖത്തൊക്കെ നല്ല സന്തോഷമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മാഗി പോക്കറ്റിൽ കൈയിട്ടിട്ട് ഷില്ലിംഗ് എന്ന് വെച്ചാൽ അവിടുത്തെ പൈസയാണ്, പൈസ മൊത്തം ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു ഈ പൈസ കൊണ്ട് എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ചേട്ടൻ്റെ ആ അസ്തറേൻ്റെ മുകളിൽ ഒരു പൂക്കൾ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ കഷ്ടപ്പെട്ടല്ല പൈസയാണ് കൊടുക്കുന്നത്. ഇൻ മൈ ഇമോഷൻ ഐ ലവ്ഡ് മൈ ഐസ്. ദ ചൈൽഡ് ഹാഡ് ഏൺഡ് ദ ഷില്ലിംഗ് വിത്ത് സോ മച്ച് ടോയൽ. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടി ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലേ. അപ്പോൾ ആ പൈസ മൊത്തം തരാണ് അവൾ ഈ പൂക്കൾ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ് പറയുന്നത്? I felt like returning it to her, explaining that in our country flowers grew in great profusion and do not have to be purchased. അപ്പോൾ ഇവൻ ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ഞങ്ങളുടെ ഇന്ത്യയിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, അതൊക്കെ ഫ്രീ കിട്ടുന്നതാണ്, ഈ പൈസേൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബട്ട് ഐ റെക്കഗ്നൈസ്ഡ്. അപ്പോൾ എന്താണ് അവന് ഒരു കാര്യം മനസ്സിലായി, എന്ത് വൈ ഷുഡ് ഐ ഡിപ്രൈവ് ഹെർ ഓഫ് ദ ജോയ് ദാറ്റ് സാക്രിഫൈസ് വുഡ് ഗീവ് ഹെർ ഓൾ ദാറ്റ് ദ ഷില്ലിംഗ് കുഡ് ഹാവ് given her. She was foregoing for the love of her brother, the joy of doing it was beyond all price. The grief in her heart would be eased a little. What good would it do to deprive her of it? I picked up the shilling. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് മനസ്സിലായി ഇവൾക്ക് ഇനി പൈസ തന്നിട്ട് കുറച്ച് ആശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ആശ്വാസം ഉണ്ടായിട്ട് അത് ഞാൻ നശിപ്പിക്കുന്നില്ല. അവൾക്ക് ഇതെനിക്ക് തരുമ്പോൾ നല്ല സന്തോഷമാണെങ്കിൽ അവൾ സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ പൈസ എടുത്തു. മാഗി ഐ സെയ്ഡ് ഐ ഷാൾ യൂസ് ദ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. അപ്പോൾ മാഗീൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ പൈസ എടുത്തിട്ട് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് എന്തായാലും നിൻ്റെ ചേട്ടൻ്റെ ഗ്രേവിൻ്റെ മുകളിൽ വെക്കുന്നതാണെന്ന് പറഞ്ഞു. മാഗി സ്റ്റുഡ് അപ്പ്. ഹൗ ക്യാൻ ഐ താങ്ക് യു ഷീ സെയ്ഡ്. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഗോ ടു വർക്ക്. ഗുഡ് ബൈ, റിമെമ്പർ ടു റൈറ്റ്. അപ്പോൾ മാഗി പറഞ്ഞു എനിക്ക് സമയമായി, കടയ്ക്ക് പോകേണ്ട സമയമായി, വർക്കിന് പോകേണ്ട സമയമായി, ഇപ്പോൾ ഗുഡ് ബൈ, പിന്നെ സമയം കിട്ടുമ്പോൾ ലെറ്റർ എഴുതാൻ മറക്കണ്ട എന്നൊക്കെ പറയാണ്. ഐ ഗോട്ട് അപ്പ് ആൻഡ് ടുക്ക് ഹെർ ഹാൻഡ് ഇൻ മൈൻ. ഗുഡ് ബൈ മാഗി, ഗോഡ് ബ്ലെസ് യു, ഐ സെയ്ഡ് ആൻഡ് പ്രസ്ഡ് ഹെർ ഹാൻഡ് ടു മൈ ലിപ്സ്. മാഗി ലെഫ്റ്റ്. ഐ വൈപ്ഡ് എ ടിയർ ഓർ ടു ഫ്രം മൈ ഐസ് ആൻഡ് വെൻറ്റ് അപ്സ്റ്റേഴ്സ് ടു പാക്ക് മൈ ബാഗ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുപ്ത ആ മാഗീൻ്റെ കൈ ഒന്ന് പിടിച്ച് അമർത്തിയിട്ട് ഗുഡ് ബൈ എന്ന് പറഞ്ഞു, എന്നിട്ട് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് അവളുടെ കയ്യിൽ ഒരു ഉമ്മ വെച്ചു. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും നല്ല കരച്ചിലാട്ടോ. അപ്പോൾ ഇവൻ കണ്ണീരൊക്കെ തുടച്ചിട്ട് അപ്സ്റ്റേഴ്സിൽ പോയിട്ട് ബാഗ് പാക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ പാഠം. അപ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടും തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് കാണുന്നതിലേ കൂടെ ഒന്ന് തന്നെ ഇവിടെ ഇത് വയ്ക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ്. അപ്പോൾ എല്ലാവർക്കും